ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ വീടെത്തുകയാണ്. ബാങ്കിലായിരുന്നു രാവിലെ വരെ. ഇപ്പോൾ ഉച്ചയായി, നമ്മൾ തിരിച്ച് വീടെത്തുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊന്ന് കറങ്ങാൻ പോവാണ്. അപ്പം എവിടെ വേണമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. നാളെ ലീവ് എടുക്കുകയാണ് ബാങ്കിൽ നിന്ന്. പിന്നെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അവധിയാണ്. കറുത്തിരിക്കുന്നു എന്തോ വെട്ടത്തിൻ്റെ തോന്നുന്നു. ആക്ച്വലി ഇപ്പം ഇത്രയും കളർ ഇതില്ല, എനിക്ക് തോന്നുന്നു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കുറവാണ്. യെസ്, അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. എവിടെയാ, എങ്ങനെയാ, എന്താ, എപ്പോഴാ, ആരൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പം എന്തായാലും നമ്മൾ ശ്രീലകം എത്തി. ശ്രീലകം. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് മാറി, ചോറൊക്കെ ഉണ്ട്, ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് ഇനി നമ്മൾ വൈകുന്നേരമാണ് കാണാൻ പോകുന്നത്. എനിക്ക് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം പോകുന്ന സംഭവമായിരിക്കും ഇനിയും കാണാൻ പോകുന്നത്. ഉച്ചയ്ക്ക് ചോറൊക്കെ റെഡിയാണ്. ചോറ്, ചിക്കൻ, സാമ്പാർ, അവിയൽ, മീൻകറിയൊക്കെ ഉണ്ട്. എല്ലാം കഴിച്ചിട്ട് നമ്മൾ വൈകിട്ട് പോകാൻ നേരത്തേക്ക് ഞാൻ വരാം. യെസ്, അപ്പോൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഒന്ന് ഉറങ്ങി. ഇന്നലെ ഉറക്കം ശരിയായില്ല. എല്ലാം സെറ്റാക്കിയിട്ട് വീൽ സീ സൂൺ. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവരുടെയൊക്കെ കൂടെയാണ് ഞാൻ ട്രിപ്പ് പോകാൻ പോകുന്നത്. ഇനിയും കുറച്ച് ആൾക്കാരൂടെ വരാനുണ്ട്. യെസ്, നമ്മുടെ വാസു അണ്ണനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും എയർപോർട്ടിലോട്ട് പോവാണ്. ലെറ്റ്സ് ഗോ. നമ്മൾ ശംഖുമുഖം ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. പണ്ടൊക്കെ സ്ഥിരം ഇവിടെ വന്നിരിക്കുകയായിരുന്നു. വെള്ളത്തിലിറങ്ങത്തില്ലേലും കണ്ടോണ്ടെങ്കിലും ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ അതും ഇല്ല. എയർപോർട്ടിൽ പോകാൻ നേരം മാത്രമായി വഴി വരുന്നതേ. എന്തോത്തിന്റെ റേറ്റ് എന്ത് കാണും? 30 രൂപ. 30 രൂപയ്ക്ക് ഈ ബർഗർ 30 രൂപ. ബസ് എങ്ങനെയുണ്ട്? പായസം തരണം പറയണ രാത്രി അവിടെ ചെന്ന് കഴിക്കേ. വേണ്ട. എന്താ ഇതിന് ബീട്രൂട്ട് ഇട്ടോണ്ടാണോ ഈ കളർ? അല്ലേ, ബീട്രൂട്ട് ഇട്ടോണ്ടാണോ ഈ കളറ്? നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയാം. ഞാൻ പൊറോട്ട ഒന്നും കഴിക്കത്തില്ല. 2 മാസമായി പൊറോട്ട. പിന്നെ പൊറോട്ട റാപ്പല്ലേ? ഏതാ? എനിക്കൊന്ന് പറാത്ത റാപ്പാണ്, പൊറോട്ട അല്ല. മലബാറല്ലേ? മലബാറിൽ എന്തോന്നും പറാത്ത. അപ്പൊ അവിടെ ഇത് എന്തെന്നാ, എന്ത് ചിക്കനാന്നാ പറഞ്ഞത്? വൈറ്റ് ചിക്കൻ റോൾ. ഇതല്ല, മാറിപ്പോയത്. എങ്ങോട്ടാ പോകുന്നതെന്ന് അവരോട് പറയണോ? ഇപ്പോഴും ഇവിടെ പറയണോ? അതല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. വേണ്ട, ഫ്ലൈറ്റ് എത്തിയിട്ട് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ തമ്മിലിട്ടിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, മിക്കറും കാണും. ഇല്ല. അപ്പം ഞങ്ങൾ ഇപ്പം 7 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം 6:30 കയറാൻ പോവാണ്. ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് കയറിയിട്ട് തന്നെ ഫുഡ് കഴിച്ചു. കുടിക്കാനൊന്നും വാങ്ങിച്ചില്ല. പക്ഷെ എന്തെങ്കിലും കുടിക്കണമായിരുന്നു അല്ലേ? ഫ്ലൈറ്റ് വേണോ? അത് വെള്ളം കിട്ടും. കിട്ടൂല കേട്ടോ. കിട്ടും. അപ്പോൾ കയറട്ടെ. സീറ്റ് പറഞ്ഞ പോലെ ബാക്കിലല്ലേ? കരച്ചിലായിരുന്നു. ഞാൻ ഫസ്റ്റ് വാസുവിന്റെ ബാഗ് ചെക്കിങ്, എക്സ്ട്രാ ചെക്കിങ് ചെയ്തു. എന്തുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു. വാസുവിന്റെ കഴിക്കാനുള്ള രാത്രിത്തെ ദോശയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടു. അവർക്ക് മിച്ചറാണെങ്കിൽ പറഞ്ഞോ, എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ എത്ര വയസ്സായി? ഈ ട്രിപ്പിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. പ്രത്യേകിച്ച് ബാക്ക് സ്റ്റോറി ഒന്നുമില്ല. ഞങ്ങൾ എല്ലാ മാസവും ഓരോരോ ട്രിപ്പ് പോകണമെന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. ഇതിപ്പോൾ 2 മാസം പ്ലാൻ ചെയ്ത് നമ്മൾ പോവുകയാണേ. പിന്നെ അവിടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളും ഉണ്ട്. എല്ലാം വഴിയെ ഞാൻ കാണിച്ചു തരാം. കമോൺ. ജോർഡൻസ് വാസു ബാലൻസ് ചെയ്യാൻ ഫുൾ സെറ്റ് ഉണ്ടല്ലോ. പെട്ടിക്ക് എന്തോ നിന്റെ പ്രായമുണ്ടോ? എന്നെക്കാളും പ്രായമുണ്ട്. പെട്ടിക്ക് ചിങ്ങത്തില് 41. അപ്പൊ നിനക്ക് 40? അല്ല, എനിക്ക് 26. Our flight time is 55 minutes and we are now ready for our departure. Expecting pushback here soon. Once we push back, expect a taxi about ഞങ്ങൾ മറ്റേ അമ്മയുടെ മീറ്റിങ്ങിന് സിനിമാടന്മാര് പോകത്തില്ലേ? പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് അല്ലേ വാസു?
Not anticipating much weather or blue. Just arrived from Bangalore. Just small intermittent patches. As and when the seatbelt signs come on, please remain seated. It's for road safety. So that relax our wonderful flight and extend it back to you once more. Short of a reset. വാസു വാസു ഇപ്പോഴേ പറയാം ഞാൻ ആദ്യം എത്തും എന്ന് ഭയങ്കര എക്സൈറ്റഡ് വാസു. Ladies and gentlemen, Tokyo's runway for departure 1855 hours. പറഞ്ഞോ Hi, hello. Ah. How are you? ഫൈൻ. Under the water. മിണ്ടാ എടാ ചവിട്ടി കൂട്ടി ഞാൻ നിന്നെ. And regulatory action. A safety information card and a communication guide are available in Braille. In case of an emergency. ഇവിടെ ഇപ്പോൾ പുതിയ പോളിസിയാണ്, ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സ്നാക്ക് പറഞ്ഞാൽ ജ്യൂസ് കിട്ടും. അങ്ങനെ ഞങ്ങൾ കുറച്ച് അണ്ടിപ്പരിപ്പുകൾ വാങ്ങി ഇപ്പോൾ ജ്യൂസ് കുടിക്കുന്നു. കവറൊക്കെ ഇവിടെ വെച്ചിട്ട് കളയണ്ടേ? ബാംഗ്ലൂർ എത്തിയോ വാസു? വാസു മടിവാള എത്തിയെന്ന് രണ്ടിപ്പരിപ്പ് കഴിച്ചു. കൊതിയൻ. കറക്റ്റായിട്ട് പറഞ്ഞാൽ 55 മിനിറ്റ് ഫ്ലൈയിങ് ഡ്യൂറേഷൻ ഉണ്ടായിരുന്ന ഒരു ഇത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ മറ്റെങ്ങുമല്ല സുഹൃത്തുക്കളെ, നമ്മളുടെയൊക്കെ വികാരമായ എൻ്റെ വികാരമായ നമ്മളപ്പോൾ കെമ്പഗൗഡ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് ജയനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഒരു 1.5 hours ട്രാവലുണ്ട്. അപ്പം ഊബർ ബുക്ക് ചെയ്യണം. വേറൊരു വ്ളോഗർ ഉണ്ട് കൂട്ടത്തിൽ. ആക്ച്വലി ഇതിനകത്ത് 3 വ്ളോഗേഴ്സ് ഉണ്ട്. വാസുവിൻ്റെ വ്ളോഗിങ് ഇംഗ്ലീഷിലാണ് പൊതുവേ. അത് വലിയൊരു തോൽവിയായിട്ട് വാസു ഞാൻ ഡിലീറ്റ് ചെയ്തു വ്ളോഗ് ഇട്ടത്. എന്തേ വാസു ആ വ്ളോഗ്? നീ ഒരു വ്ളോഗ് ഇട്ടായിരുന്നല്ലോ. ആര് ഹിറ്റ് ചെയ്തു? ഇത് കണ്ട ആൾക്കാർ നിന്നെ ഹിറ്റ് ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത്. 4 മില്യൺ ന്യൂസോ? അത് ശരി. നീ ജനിച്ചപ്പോ നിന്റെ വ്ളോഗിങ് എന്തെയ്യോ ഇന്ന്? ഞാൻ കാണാൻ കണ്ട് എന്തൊക്കെയോ പറയുന്നതോ ചെയ്യുന്നതോ ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് 2 hours ആണ്. ഇവിടുന്ന് വണ്ടി ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തിട്ട് ഗോവിന്ദ് അല്ല ഗോവിന്ദ്, നിന്റെ പേരെന്താ? വാസു. എന്റെ പേരെന്താ? വാസു എന്റെ ബുദ്ധി ഇപ്പൊ വെറുതെ വേസ്റ്റ് ആയി പോയി. ഇല്ല, പക്ഷെ എഫക്റ്റ് സെയിം അല്ലേ? നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടേ? ബുദ്ധി വെറുതെ വേസ്റ്റ് ആയി പോയി. അതെ, അതിബുദ്ധി നല്ലതല്ല. അല്ലേ ഒറ്റയ്ക്ക് പോണം ഇപ്പം അല്ലേ? എന്നാ എടുക്കാൻ അല്ലേ? ഞാനൊന്ന് പോയിട്ട് വരാം. എന്നാ പോയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. പൊക്കോ പോയിക്കോ. അറിയത്തില്ലല്ലോ. എന്താ എത്ര ഐശ്വര്യ ഉണ്ട്? നീ പൊക്കോടാ, നീ എടുക്കാനല്ലേ? പൊക്കോ. ഈ വ്ളോഗിന് എന്ത് ടൈറ്റിൽ ഇടണം എന്ന് ഞങ്ങൾ ആലോചിച്ചിരുന്നപ്പോൾ എന്ത് ടൈറ്റിൽ ഇടണ്ടേ? ഇവിടെ ലൈക്ക് ചെയ്യും. 38 ഇവിടെ ലൈക്ക് ചെയ്യും. ആര് മെസ്സേജ് കാണിച്ചു? ആര് മെസ്സേജ്? അമ്മ എന്താ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. എന്ത് തല വെളിയിലിട്ടോന്നൊക്കെ ചോദിച്ചു അമ്മ. ബാംഗ്ലൂർ എയർപോർട്ടിന് ആക്ച്വലി ടെർമിനൽ 2 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ലിറ്ററലി നമ്മൾ ഒരു ഗോൾഡ് പാലസിനകത്തിരിക്കുന്ന പോലെയാണ്. ഞാൻ ഇതിന് ശേഷം ഒരു തവണ പോകാൻ നേരം അവിടെ നിന്നായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. ഇതിപ്പോൾ ടെർമിനൽ 2 അല്ലേ, ഇത് മെയിൻ ഫസ്റ്റ് ടെർമിനലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഇത്രയും നല്ല ഒരു എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുള്ളി മെയ്ഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ അതാണ് ഇവിടുത്തെ എയർപോർട്ടിലേക്ക്. ഒരു രക്ഷയില്ല. അത് മാത്രമല്ല, ഇവിടെയുള്ള കാഫേസ് ആണെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും ബാറുകളാണെങ്കിലും ഒക്കെ, റെസ്റ്റോ ബാർസ് ആണെങ്കിലും എല്ലാം വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ. അവിടെ നേരെ നമ്മൾ ടാക്സി പിടിക്കാൻ പോയി. ഊബറാണ് ഇത്, ഊബറിൻ്റെ ലെയിനാണ്. അപ്പം ഇതിൽ നമ്മൾ ബുക്ക് ചെയ്ത കാർ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിൽ കയറി നമുക്ക് പോകേണ്ട സ്ഥലത്തോട്ട് പോവാം. ഞങ്ങളിപ്പം ഏകദേശം അരമണിക്കൂറായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോർ യൂബർ. ഇതുവരെ ഉടനെ 1 മണിക്കൂറാവും. ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ ബുക്ക് ചെയ്തത് മറ്റേ ഊബറിൻ്റെ പ്രീമിയം സാധനമാണ്. അപ്പം പ്രീമിയർ
പ്രീമിയർ. അപ്പം അതിന് ആക്ച്വലി നമ്മൾ ഫോണിൽ ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ബുക്ക് ചെയ്യണം, ഇന്നൊരു വെഹിക്കിൾ അലോട്ട് ചെയ്തിട്ടില്ലല്ലോ. ബുക്ക് ചെയ്യണം, ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അത് ശരിയാ. ഞാൻ ഉദ്ദേശം മനസ്സിലായില്ല. അതെ, എൻ്റെ ഉദ്ദേശശുദ്ധി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വാസുവിനൊക്കെ നിന്ന് കാല് കഴിച്ച് പ്രായമായി. തൈലം. അപ്പോൾ ഇപ്പോഴത്തെ സെഗ്മെന്റിന്റെ പേര് ഗസ് വാസൂസ് ഏജ്. ഞാനൊരു 3 ഓപ്ഷൻ തരാം. 22, 23, 24. വാസുവിന് ഗോവിന്ദന് ഓപ്ഷൻ ഉണ്ടോ? 30. വാസുവിന് ഓപ്ഷൻ ഉണ്ടോ? അനിന് ഓപ്ഷൻ 28. വാസുവിന് ഓപ്ഷൻ 18. 2006. അപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ശാന്തമായ രാത്രി. ഗോവിന്ദേ, ശാന്തമീ രാത്രിയിൽ കൊണ്ടുവാ ശാന്തമീ രാത്രി. വാഗി കൊണ്ടുവാ. എന്താ പരിപാടി രാത്രി? ഡിന്നർ എവിടെയാണ്? ഹലോ, സ്വിഗ്ഗി. എന്താണ് കഴിക്കാൻ? സ്വിഗ്ഗി എന്നല്ലേ? സ്വിഗ്ഗി ആക്ച്വലി ഞങ്ങളുടെ ഹോട്ടല് JP നഗറാണ്. അപ്പം റോഷൻ ഷാജി നമ്മുടെ ഈ ഇപ്പോഴത്തെ ട്രിപ്പ് ഗ്യാങ്ങിലെ 5ാമത്തെ ആൾ. പുള്ളി ഇവിടെ ബാംഗ്ലൂർ സൈമിൽ പഠിക്കുകയാണ്, സേവിയേഴ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ റോഷൻ ഞങ്ങളുടെ Airbnb അപ്പാർട്ട്മെന്റിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി അവൻ ജ്യൂസും പെപ്സിയൊക്കെ വാങ്ങിച്ചു വെച്ചു. ഫുഡ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞു ഓർഡർ ചെയ്തേക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി ഫോൺ എടുക്കുന്നില്ല. ഒരു മെസ്സേജ് അയച്ചു, ഫുഡ് ഓർഡർ ചെയ്തേക്കൂ, ടയർഡായിരിക്കും ചെന്ന് കഴിഞ്ഞാൽ, പിന്നെ പുറത്തൊന്നും പറ്റുന്നില്ല. ആക്ച്വലി ഞങ്ങളുടെ പ്ലാൻ, അതായത് ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ടുമോറോ ആണ്. വാസു, ടുമോറോ നമുക്ക് പോകണ്ടേ? മറ്റേ ഇവിടെ അനുപംസ് കോസ്റ്റ് ടു കോസ്റ്റിലെ ഗീ റോസ്റ്റ് ചിക്കനും നീർദോശയും. ഞാനാണ് വാസുവിന് അത് പരിചയപ്പെടുത്തി കൊടുത്തത്. മട്ടൻ കറി, മട്ടൻ കറി, ഗീ റൈസ്, മട്ടൻ കറി, ചിക്കനും നീർദോശ, പ്രോൺസ്. ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങട്ടെ, കാര്യം ഒരു 1.5 മണിക്കൂർ എത്താൻ, ഒന്ന് മയങ്ങട്ടെ. ഇനി അവിടെ ചെന്ന് റോഷൻ ഷാജി, വെൽക്കം ബാക്ക്. നമുക്ക് അന്നത്തെ പോലെ കഥകൾ ഉണ്ടാക്കണ്ടേ ഇനിയും? അന്ന് പബ്ബിൽ പോയി റോഷൻ ഷാജി ഒരു ഓർമ്മയില്ലേ? നമ്മൾ ഡിന്നർ എന്തൊക്കെയാ അതിനകത്ത്? ബട്ടർ ചിക്കൻ. ഇത് സേവറി എന്നാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും 12 മണി 1 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് വിശക്കും, എനിക്കും കൃഷ്ണനൊക്കെ. അപ്പോൾ ഞങ്ങൾ നേരെ സേവറി വിടും. അവിടുന്ന് ഗ്രിൽ ചിക്കൻ അല്ലെങ്കിൽ ഡ്രാഗൺ ചിക്കൻ്റെ ഇതുണ്ട് അവിടെ, സിസ്ലർ. ഭയങ്കര ടേസ്റ്റ് അതൊക്കെ. ലോങ് ടൈം ഫുഡ് കഴിക്കട്ടെ. എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കാം, കഴിക്കണമെങ്കിൽ കഴിക്കാം, വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കാം, സോഡ കുടിക്കാം, കുറച്ച് സോഡ കുടിക്കാം. എന്തുവാ ചിക്കൻ ചവായല്ലേ? ഒക്കെ നടക്കുന്നേ. എന്റെ സ്വപ്നവും തന്റെ സ്വപ്നം ഒക്കെ നടക്കും.